ബാലരാമപുരത്ത് 2.5 വയസ്സുകാരി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതി ഹരികുമാറിനായിട്ട് ഇന്ന് പോലീസ് കസ്റ്റഡി അപേക്ഷ കൊടുക്കും. കുഞ്ഞിൻ്റെ അമ്മ ശ്രീതു നൽകിയ വ്യാജ നിയമന ഉത്തരവ് കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ സെക്ഷൻ ഓഫീസറാണെന്ന് സ്വയം ഭാവിച്ച് ആൾക്കാർക്ക് അപ്പോയിൻമെൻറ്റ് ഓർഡർ അടിച്ചു കൊടുക്കാൻ ശ്രീതു മകാമനസ്കത കാണിച്ചു എന്ന വാർത്തയും തിരുവനന്തപുരത്ത് നിന്ന് വരുന്നുണ്ട്. വ്യാജ ഉത്തരവ് ഉണ്ടാക്കാൻ സഹായിച്ച സ്ഥാപന ഉടമയെ ഉടൻ പോലീസ് ചോദ്യം ചെയ്യും. ഷബീദ് റാവുത്തർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഷബീദ്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ആ ചേച്ചിയെ കണ്ടപ്പോൾ വളരെ ഒരു പാവം സ്ത്രീയായിട്ട് തോന്നി. പക്ഷേ ഒരു ഓഫീസ് ഓർഡറൊക്കെ അടിച്ചു കൊടുക്കാനും ഒരു അപ്പോയിൻമെൻറ്റ് ഓർഡർ അടിച്ചു കൊടുക്കാനൊക്കെ ഉള്ള കരുത്ത് അവർക്കുണ്ട്. നമ്മൾ ദൂരെ നിന്ന് വിലയിരുത്തിയിട്ട് ഒരു കാര്യമില്ലെന്ന് മനസ്സിലായി. പറയും. ഗുഡ് മോർണിംഗ്. സൂചിപ്പിച്ചതുപോലെ തന്നെ ശ്രീധുവിന്റെ ചില ചെയ്തികൾ നാട്ടുകാർ പറയുന്നത് കേട്ടാൽ നമ്മൾ മൂക്കത്ത് വിരൽ വെച്ച് പോകും. അതിൽ ചില തട്ടിപ്പിന്റെ വശങ്ങളടക്കമുണ്ട് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ നമ്മളോട് പങ്കുവെക്കുന്ന കാര്യം. ഏതായാലും 2.5 വയസ്സുകാരുടെ കൊലപാതകത്തിൽ ദുരൂഹത നീങ്ങുന്നില്ല. ഈ സാമ്പത്തിക തട്ടിപ്പുകൾക്കൊക്കെ അപ്പുറത്തേക്ക് നമുക്കറിയേണ്ട ഒരു കാര്യം, ഒരു സോളിഡ് റീസൺ ആ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിച്ചിട്ടില്ല. കുട്ടിയുടെ മാതൃ സഹോദരൻ ഒരു കുട്ടിയെ കിണറ്റിലേക്ക് എറിഞ്ഞ് കൊലപ്പെടുത്താനുള്ള കാരണം അതിൻ്റെ മാനസികാസ്വാസ്ഥ്യം എന്നതിനൊക്കെ അപ്പുറത്തേക്ക് മറ്റു ചില കാരണങ്ങൾ കൂടി ഉണ്ട് എന്ന് പോലീസ് തന്നെ പറയുന്നുണ്ട്. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഹരികുമാറിനായി, അതായത് മാതൃ സഹോദരൻ ഹരികുമാറിനായി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകുന്നത്. ഈ ശ്രീധുവിനെതിരെ സാമ്പത്തിക തട്ടിപ്പ് കേസൊക്കെ എടുത്ത് വളരെ പെട്ടെന്ന് പോലീസ് അവരെ റിമാൻഡ് ചെയ്തതിലടക്കം പോലീസിന് മറ്റ് ചില ഉദ്ദേശങ്ങളുണ്ട്. ഇന്ന് ഹരികുമാറിന് വേണ്ടിയും നാളെ ശ്രീധുവിന് വേണ്ടിയും പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. മറ്റന്നാൾ ഇരുവരെയും ഒരുമിച്ചിരുത്തി കൊലപാതകം സംബന്ധിച്ച് തന്നെ ചോദ്യം ചെയ്യൽ തുടരാനാണ് പോലീസിന്റെ തീരുമാനം. കാരണം ആ കൊലപാതകത്തിൽ ഇപ്പോഴും അവശേഷിക്കുന്ന കുറേയധികം ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്കടക്കം മറുപടി പോലീസിന് ലഭിക്കണം. എന്താണ് ആ കൊലപാതകത്തിന്റെ മോട്ടീവ് എന്നുള്ള കാര്യത്തിലും പോലീസിന് കൃത്യമായ ഉത്തരം ലഭിക്കണം. അതുകൊണ്ട് നിലവിൽ ഇപ്പോൾ ശ്രീധുവിനെ കൊലപാതകത്തിന്റെ പേരിൽ പോലീസിന് കസ്റ്റഡിയിലെടുക്കാനോ ചോദ്യം ചെയ്യാനോ ഉള്ള എവിഡൻസ് ഇല്ല. പക്ഷേ തുടർ ചോദ്യം ചെയ്യലിൽ ആ പങ്കുകൂടി പോലീസിന് കണ്ടെത്താൻ കഴിയും. അങ്ങനെ ഒരു പങ്കുണ്ടെങ്കിൽ അതുകൂടി വ്യക്തമാകും എന്നുള്ളതാണ് പോലീസിന്റെ പ്രതീക്ഷ. ഏതായാലും ഇന്നലെയാണ് ശ്രീധുവിനെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. 10 ലക്ഷം രൂപ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിയെടുത്ത സംഭവത്തിലായിരുന്നു ശ്രീധുവിനെ അറസ്റ്റ്. നിലവിൽ ഇപ്പോൾ ശ്രീധു അട്ടകുളങ്ങര വനിതാ ജയിലിലുണ്ട്. മാത്രവുമല്ല ഇവർ സ്വയമേ ദേവസ്വം ബോർഡിന്റെ പേരിൽ നിയമന ഉത്തരവടക്കമുള്ള കാര്യങ്ങൾ അച്ചടിച്ച് നൽകി എന്നുള്ള കണ്ടെത്തൽ പോലീസ് നടത്തിയിട്ടുണ്ട്. ഇതിനുവേണ്ടി ഇവരെ സഹായിച്ച ഒരാളെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചു. അയാളെ അടക്കം കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്യും. 2.5 വയസ്സുകാരുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുകളുടെ പങ്കുണ്ടോ എന്നുള്ള കാര്യമാണ് പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത്. ഷബീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയ. പി ചന്ദ്രൻ. ഇന്നും മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. പോലീസുകാരനെ ചവിട്ടിക്കൊന്നു, കോഴിക്കോട് ഒരാൾ മരിച്ചു കിടക്കുന്നു. മരണങ്ങളില്ലാത്ത ഒരു ദിവസം വരും. മരണമല്ല, ഇതുപോലുള്ള മരണങ്ങൾ എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കേരളത്തിലെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്കങ്ങനെ ഒരു പ്രതീക്ഷ വയ്ക്കാൻ പറ്റുന്നില്ല. പക്ഷേ അത് കുറയ്ക്കണം, എണ്ണം കുറയ്ക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം.